നിന്റെ സന്തതി പള്ളി വരുന്നില്ലെങ്കിൽ നീ നിന്റെ വെമ്പളയാ കാരണക്കാരൻ. അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ. മകൻ പള്ളിയിൽ വരികയല്ല. ഇവരുടെ കാലത്തായ യേശയ്യാവ് ശുശ്രൂഷിക്കുന്നേ. സഭയിലുള്ള എല്ലാവരും സഭയിൽ വന്നില്ലേ, ശുശ്രൂഷകൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഞങ്ങളൊക്കെ ഞായറാഴ്ച ഇങ്ങനെ നോക്കും, എല്ലാവരും വന്നോന്ന്. ഒരാളെ കണ്ടില്ലെങ്കിൽ ഹൃദയത്തിന് വേദനയാണ്. വിശേഷിച്ച് ഈ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ വന്നില്ലേ, വലിയ ദുഃഖമാണ് ഞങ്ങൾക്ക്. അതെ, ഉഴപ്പിയടിക്കുന്നവന്മാരുണ്ട്, പുറകെ വന്ന് പമ്മി ഇരിക്കും. സമയം ഇങ്ങനെ കാലം വെച്ച് തള്ളുവല്ലൊക്കെ വിളപ്പിച്ച് ഇടയ്ക്ക് മൊബൈലിലൊക്കെ ചാറ്റ്, നിന്റെ ചാറ്റ്. അപ്പോൾ യോന പള്ളിയിലോട്ട് വരികയല്ല. അവന്റെ കാലത്ത് യേശയ്യാവ് ശുശ്രൂഷിക്കുന്നു. അപ്പൻ പള്ളിയിൽ കിടന്ന് വഴക്കുണ്ടാക്കി. അപ്പന്റെ സന്തതി പള്ളിയിൽ കയറുകയല്ല. എങ്ങനെ കയറും? നീ വഴക്കുണ്ടാക്കിയാൽ നിന്റെ സന്തതി ഇതിനകത്ത് വരുമോ? നീ സഭായത്തിന് വന്ന് വഴക്കുണ്ടാക്കിയാൽ കമ്മിറ്റി കൂടുമ്പം ബഹളവും മുണ്ടും മടക്കി കുത്തി ചട്ടും തെറുത്ത് കയറ്റി പെമ്പളയുടെയിലോട്ട് ബൈബിളും കൂടെ നീ അങ്ങോട്ട് പൊക്കോടി. ഞാൻ രണ്ട് കാര്യം, നിന്റെ സന്തതി ഇതിനകത്ത് വരികയല്ല. അതിന് വരാത്തത് നീയാ കാരണക്കാരൻ. അതിന് വ്യാജിനെ ഒന്നും പറയണ്ട. വ്യാജ് പറയാൻ ഞാനെന്ന് പറഞ്ഞ കേസല്ല, അവൻ തന്നെ ഒപ്പിച്ച വിനയാണ്. നീ കൂടുതൽ കുഞ്ഞുഞ്ഞിനെ അഞ്ചൽ ജോർജ് കുട്ടിയെ കൊന്നിട്ട് പൽസിപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ തലമുറയ്ക്കെതിരെ ഒന്നും വ്യാപരിക്കുന്നില്ല. നീയാ കാരണക്കാരൻ. മാതാപിതാക്കൾ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ഭക്തിയോടെ ദൈവത്തെ സേവിച്ചാൽ നിന്റെ സന്തതിക്കൊരു ദോഷവും വരത്തില്ല.